അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഗുഡ് ഈവനിങ്. റഷീദ് അലി മാസ്റ്ററാണ്. ഞാനിപ്പോൾ ഫ്രീ ആയിട്ടുണ്ട്. ഞാനിപ്പോൾ വോയിസിൽ വന്നത് നമ്മുടെ അലി സാറ് കൽപ്പകഞ്ചേരി ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു ഉച്ചക്ക്. എങ്ങനെ മാഷെ നമ്മളെ വാലറ്റിലുള്ള സംഖ്യ ഇന്ത്യൻ രൂപയിലേക്ക് മാറ്റുക, നമുക്കൊന്ന് നോക്കാം കേട്ടോ. അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ സൈറ്റിൽ കയറണം അല്ലേ. അതിന് സൈറ്റിൽ കയറാൻ എന്താ നമ്മൾ ആദ്യം ചെയ്യുക, നമ്മൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഞാൻ ഇതുവരെ ഗൂഗിൾ ഓപ്പൺ ചെയ്തു കേട്ടോ. ഇതേപോലെ ഗൂഗിൾ കാണുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ സെർച്ച് എന്നുണ്ടാവും. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, അപ്പെക്സ് ടോക്കൺ .io എന്ന് അടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പെക്സ് ടോക്കൺ .io അപ്പോൾ ഇരുന്നു. അപ്പോൾ അത് നേരെ താഴെ വന്നിട്ടുണ്ട് കണ്ടില്ലേ, അപ്പെക്സ് ടോക്കൺ .io ലോഗിൻ. അത് ലോഗിൻ ചെയ്യുക കണ്ടോ. ലോഗിൻ അവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ എന്ത് ചെയ്തു, ഇതേപോലെ കമ്പനിൻ്റെ ഇത് വന്നു, അവിടെ ലിങ്ക് വന്നു കണ്ടോ. അപ്പെക്സ് ടോക്കൺ കണ്ടില്ലേ, HTTPS കണ്ടില്ലേ. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ നമ്മുടെ യൂസർ ഐ ഡിയും പാസ്വേഡും ചോദിക്കും കേട്ടോ. ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നത്, എൻ്റെ ഫസ്റ്റ് ഐ ഡിയിൽ കയറുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ യൂസർ ഐ ഡിയും പാസ്വേഡും ഞാൻ അടിച്ചു കൊടുക്കുക. അവിടെ ഞാനിവിടെ എൻ്റെ യൂസർ ഐ ഡിയും പാസ്വേഡും അടിച്ചു കൊടുത്തു. ഓക്കെ, ഇനി താഴെ കാണാം ലോഗിൻ കണ്ടോ. ലോഗിൻ ചെയ്തു, അവിടെ ക്ലിക്ക് ചെയ്തു കണ്ടോ. ഇപ്പോൾ ഞാൻ ലോഗിൻ ചെയ്തപ്പോൾ കണ്ടോ, ഇവിടെ നിങ്ങൾ ഏറ്റവും മുകളിൽ നോക്കുക, ടോട്ടൽ സ്റ്റേക്ക്ഡ് എമൗണ്ട് 100 USDT. ഇവിടെ 100 USDT ഞാൻ സ്റ്റേക്ക് ചെയ്തത്, അതായത് 9,000 രൂപക്കാണ് ഞാൻ ഈ ഐ ഡി ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആദ്യം ഞാനത് 4,500 ചെയ്തിരുന്നത്, പിന്നെ ഞാനത് 4,500 കൂട്ടി ചെയ്തപ്പോൾ 9,000 ആയത്. അങ്ങനെയാണ് ഇവിടെ $100 ആയത്. ഓക്കെ 100 USDT. നേരെ താഴെ നിങ്ങൾ കണ്ടോ, യുവർ അപ്പെക്സ് റാങ്ക് ബ്രോൺസ് ക്ലബ്ബ് എക്സിക്യൂട്ടീവ് കണ്ടോ, 7,750 BV മാച്ച്. ഞാൻ ഇപ്പോൾ കമ്പനിൻ്റെ റാങ്കിലാണ്. എന്താ റാങ്ക്, ബ്രോൺസ് റാങ്ക് എന്ന റാങ്ക് ഉണ്ട് കമ്പനി. ആ റാങ്ക് അതിൻ്റെ ഫോട്ടോ ഒക്കെ നിങ്ങളുടെ മുമ്പ് കണ്ടിരിക്കും. ഓക്കെ, എൻ്റെതാണ് മെയിൻ ഐ ഡി കാണാം, എൻ്റെ പേരും ഇവിടെ കാണാം കേട്ടോ. ഇവിടെ കറൻറ്റ് ബാലൻസ് കേട്ടോ, ഇവിടെയാണ് നമുക്ക് വരുന്ന വരുമാനങ്ങൾ കാണാം. ഈ കറൻറ്റ് ബാലൻസ് എന്നുള്ളടത്ത് പിന്നെ ഇന്ന് ആരെങ്കിലും ബിസിനസ്സിലേക്കാൾ ഞാൻ കൊണ്ടുവന്നാൽ ഇവിടെ നാളെ എമൗണ്ട് കൂടുതൽ കാണും. അല്ലെങ്കിൽ ആ സ്പോട്ടിൽ ബൈനറി മാച്ച് ചെയ്യുമ്പോൾ സ്പോട്ടിൽ കയറും ഒക്കെ ചെയ്യും കേട്ടോ. ഇവിടെ കണ്ട 160 USDT ഉണ്ട് ഇവിടെ കറൻറ്റ് ബാലൻസിൽ കേട്ടോ. അതിൻ്റെ താഴെ കണ്ടോ കറൻറ്റ് അപ്പെക്സ് ബാലൻസ് എന്ന്. ഞാൻ കുറച്ച് അപ്പെക്സ് ടോക്കൺ വാങ്ങിയിരുന്നു. ആ ടോക്കൺ വാങ്ങിയത് ഞാൻ യൂസ് ചെയ്തതിൻ്റെ ബാക്കി ഇവിടെ ഉണ്ട് 35 ഉണ്ടോ. അതാണ് കറൻറ്റ് അപ്പെക്സ് ബാലൻസ്. ഓക്കെ, ഇനി താഴോട്ട് വന്നാൽ ക്യാപിറ്റൽ കണ്ടങ്ങൾ 1000 അപ്പെക്സ് എന്ന്. അത് എവിടുന്ന് കിട്ടിയ 1000 അപ്പെക്സ്, നിങ്ങൾ ഏറ്റവും ടോപ്പിൽ കണ്ടില്ലേ, എൻ്റെ 9,000 രൂപക്ക് ഞാൻ ഐ ഡി ആക്ടിവേറ്റ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ അപ്പെക്സ് ടോക്കനാണ് 1000 അപ്പെക്സ് ടോക്കൺ. ഈ 1000 അപ്പെക്സ് ടോക്കനാണ് 365 ദിവസം കഴിഞ്ഞാൽ എനിക്ക് വിൽക്കാൻ പറ്റുക. എന്നിട്ട് അന്നത്തെ ഡോളറിൻ്റെ പ്രൈസ് എന്താണോ, വില എന്താണോ അതെനിക്ക് കിട്ടും. ഇവിടെ കമ്പനി അവകാശപ്പെടുന്നത് $1 അന്ന് 10ഉം 15ഉം വിലയുണ്ടാവും. $10-15 വിലയുണ്ടാവും $1. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്ര രൂപ ഉണ്ടാകും കണക്കൂട്ടി നോക്കിയേ. 10 ആണെങ്കിൽ ഞാൻ ഇവിടെ എന്തേ പറഞ്ഞിട്ടുള്ളൂ, 1/3. കമ്പനി പറഞ്ഞ 1/3 പറഞ്ഞിട്ടുള്ളൂ. ഒരു അപ്പെക്സ് ടോക്കന് വില അന്ന് $5 ആയാൽ, കമ്പനി പറഞ്ഞ 10ഉം 15ഉം, ഞാൻ പറഞ്ഞ $5 ആണെങ്കിൽ ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, 1000 × 5 5000, 5000 × 90. ഞാൻ പറഞ്ഞ $1 90 രൂപയാണ്. അപ്പോൾ 5000 × 90 എത്രയായി, 4.5 ലക്ഷം രൂപ. അതാണ് ഞാൻ പറഞ്ഞത്, 9,000 രൂപ കൊടുത്ത ഒരാൾ ഒരു ഐ ഡി ആക്ടിവേഷൻ ചെയ്താൽ അവിടെ 4.5 ലക്ഷം രൂപ 365 ദിവസം കഴിഞ്ഞാൽ കിട്ടും. ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇനി താഴോട്ട് നമുക്ക് നോക്കാം. ഇവിടെ കാണാം ടോട്ടൽ ഇൻവെസ്റ്റ്, ഞാൻ 100 ഇൻവെസ്റ്റ് ചെയ്തത് കേട്ടോ. ഇനി ടോട്ടൽ റെഫറൽ കമ്മീഷൻ, ഞാൻ ബിസിനസ്സിലേക്ക് എൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും ആളെ കൊണ്ടുവന്നപ്പോൾ എനിക്കെന്ത് റെഫറൽ കമ്മീഷൻ, അതായത് ഞാൻ ഡയറക്റ്റ് കൊണ്ടുവന്ന ആളെ ഡയറക്റ്റ് നമ്മൾ 9,000 നമ്മൾ മുടക്കിയിട്ട് ഒരാൾ ഡയറക്റ്റ് നമ്മൾ കൊണ്ടുവന്ന് നമുക്ക് എത്ര കിട്ടും, $10 കിട്ടും. ഈ ഐ ഡിയിൽ മാത്രം എനിക്ക് റെഫറൽ കമ്മീഷനായിട്ട് $120 കിട്ടിയിട്ടുണ്ട്. അതവിടെ കാണുന്നത് 120 USDT കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി താഴെ നോക്കാം, ബൈനറി കമ്മീഷൻ. അവിടെ തന്നെ എനിക്കെന്ത് ബൈനറി മാച്ച് ചെയ്തപ്പോൾ
നമുക്കറിയാം നമ്മൾ ബിസിനസ്സിലേക്ക് ഒരാളെ കൊണ്ടുവന്നാൽ നമ്മൾ 9,000 മുടക്കിയിട്ട് നമ്മളെ കെയർ ഓഫിൽ ഒരാൾ 9,000 മുടക്കി വന്നാൽ നമുക്ക് എത്ര കിട്ടും? $10. പിന്നെ അത് മാച്ച് ചെയ്യുമ്പോൾ ലെഫ്റ്റും റൈറ്റും മാച്ച് ചെയ്യുമ്പോൾ $10 കിട്ടും. അങ്ങനെയൊക്കെ മാച്ച് ചെയ്തുകൊണ്ട് കിട്ടിയതാണ് 675 USDT. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം 675 × 90 ഇത് അമേരിക്കൻ ഡോളറാ. USDT 675 × 90 എത്ര രൂപ നിങ്ങൾ കൂട്ടി നോക്കുക. എനിക്കിപ്പോൾ അതിന് ടൈമില്ല. ഓക്കെ, ഇനി താഴെ നോക്കുങ്ങൾ. എൻ്റെ ഈ ഐഡിൻ്റെ ലെഫ്റ്റിൽ 218 ആളുണ്ട്. ഓക്കെ, ലെഫ്റ്റിൽ കേട്ടോ. അതിൻ്റെ റൈറ്റിൽ 124 ആളുണ്ട്. അതിൻ്റെ റൈറ്റിൽ 124 ആളുണ്ട്. അങ്ങനെ ഇന്നത്തെ ടോട്ടൽ ബിസിനസ്സാണ് 1350 അവിടെ ഉണ്ട്. ടോട്ടൽ ലെഫ്റ്റ് ബിസിനസ് 1250. ലെഫ്റ്റിൽ എത്ര ബിസിനസ് വന്നിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇന്നത്തെ ബിസിനസ് വന്നത് $100 ഉണ്ട്. റൈറ്റിൽ $100 ഉണ്ടോ. അങ്ങനെ എല്ലാ കാര്യവും ഇവിടെ കാണാം. ഇനി എവിടെ നിന്ന് റൈറ്റും ലെഫ്റ്റും നമുക്ക് എവിടെ നിന്നാണ് കാണുക? ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, എൻ്റെ മൊബൈലിൻ്റെ ഏറ്റവും മുകളിൽ ഇടത് ഭാഗത്ത് ഒരു 3 ലൈൻ കണ്ടോ? കണ്ടില്ലേ? ഈ 3 ലൈൻ ടച്ച് ചെയ്യുക. ഈ 3 ലൈൻ ടച്ച് ചെയ്തിട്ട് മൈ ട്രീ ഉണ്ടോ? മൈ ട്രീ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഈ മൈ ട്രീയിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക. ട്രീ ഓപ്പൺ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ വേണ്ടിട്ടോ. മൈ ട്രീയിൽ ക്ലിക്ക് ചെയ്തു, നമ്മളെ സൈറ്റ് ഓപ്പൺ ആവുന്നു കേട്ടോ. ഇതെൻ്റെ മെയിൻ ID കണ്ടോ? നിങ്ങൾ കണ്ടില്ലേ? APX 11322146. ഇതിൻ്റെ മെയിൻ ID ആണ്. അതിൻ്റെ രണ്ടാമത്തെ ID ആണ് ഈ ലെഫ്റ്റിൽ ഇടത് ഭാഗത്ത് കണ്ട് APX 11323357. ഇതിൻ്റെ രണ്ടാമത്തെ ID ആണ്. മൂന്നാമത്തെ ID ആണ് APX 11325582. അപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റും റൈറ്റും ഇപ്പോൾ കണ്ട നിങ്ങൾ 357 എന്ന് പറഞ്ഞ ലെഫ്റ്റിലും പിന്നെ 5582 എന്ന് പറഞ്ഞ റൈറ്റുമാണ് കണ്ടോ. ഓക്കെ, ഇനി ഇതിങ്ങോട്ട് ഇങ്ങനെ നോക്കാം. 2 പാദം ഇങ്ങനെ തുറന്ന് നോക്കാം. ഇവിടെ ഇപ്പോൾ ലെഫ്റ്റിൽ കണ്ടോ, ഈ താഴെ നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിങ്ങനെ മുകളിലോട്ട് കയറി വരും കേട്ടോ. ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക. ഏറ്റവും താഴെ കണ്ടോ താഴെ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ലെഫ്റ്റ് സൈഡ് ഇങ്ങനെ കയറി വരും കേട്ടോ. കയറി വരുന്നുണ്ടോ? ഇതിനിടയ്ക്കുള്ള ആളൊക്കെ എൻ്റെ കുടുംബം തന്നെയാണ് ആക്ടിവേറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. ഓക്കെ, ഇനി ഇതാ ഇയാൾ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി താഴെ ലെഫ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്താ ഇതാ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ താഴെ ആൾ മുകളിൽ ഇങ്ങനെ കയറി വരും കണ്ടോ. ഇവിടെ ഇങ്ങനെ ആൾ കയറി വരും കണ്ടോ. ഇതാ ഇയാളിങ്ങനെ കയറി വരും മുകളിലോട്ട് കണ്ടോ. ഇങ്ങനെ ആൾ കയറി വരും കണ്ടോ. ഇങ്ങനെ നമ്മൾ തൊട്ട് കൊടുത്താൽ മതി. താഴെ കണ്ടില്ലേ, അടങ്ങ തൊട്ട് കൊടുത്താൽ ഇങ്ങനെ ആൾ കയറി വരും മുകളിലേക്ക് കണ്ടോ. അതിൽ ആക്ടിവേഷൻ ചെയ്തവരും ചെയ്യാത്തവരൊക്കെ കാണട്ടോ. ആ ചുമന്ന് കാണുന്നത് നിങ്ങൾ കണ്ടില്ലേ, കമ്പനിൻ്റെ എംബ്ലത്തിൽ ചുമന്ന് കാണുകയാണ് എന്ത് ആക്ടിവേഷൻ ചെയ്തവർ. ഈ വൈറ്റിൽ കാണുന്നതൊന്നും അല്ലെങ്കിൽ ഈ ബ്ലാക്കിൽ കാണുന്നതൊന്നല്ല ആക്ടിവേഷൻ ചെയ്തവരല്ല. അപ്പോൾ താഴെ വരെ വന്നിട്ടോ. ഇനി ഞാൻ വീണ്ടും പോകണം, മൈ ട്രീക്ക് പോകണേ. മൈ ട്രീയിൽ പോയി വീണ്ടും ഞാൻ മൈ ട്രീയിലേക്ക് പോകണുണ്ടോ. അപ്പോൾ ലെഫ്റ്റ് റൈറ്റും ഇങ്ങനെ തന്നെ ഉണ്ടോ. ഇതാ ഇവിടെ ക്ലിക്ക് ചെയ്തു കയറി വന്നുകൊണ്ടോ. ഇതേണ്ടേ ഇതേണ്ടേ ഇങ്ങനെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ താഴെയുള്ള ആൾ മുകളിൽ കയറി വരുന്നുണ്ടോ. ഇതാ ഇങ്ങനെ കയറി വരും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ വീണ്ടും നമ്മൾ സൈറ്റിലേക്ക് വന്നിട്ടോ. ഇവിടെ കാണുന്നത് ഡാഷ്ബോർഡ്, പ്ലാന്, BV ലോഗ്, ഡെപ്പോസിറ്റ് ലോഗ്. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, വിഡ്രോ നോ കൊടുത്തു.
ഇവിടെ കൊടുത്ത് ഇതേപോലെ വരിക ഉണ്ടാവും, ഇന്ത്യൻ ലോക്കൽ പേയ്മെൻറ്റ്. ഓക്കെ ഓക്കെ, ഇവിടെ ചാർജ് പറയുന്നുണ്ട്. കണ്ണുകൾ താറിന് ചാർജ് 3 അപ്പെക്സ് വേണം കേട്ടോ. ഇനി ഇന്ത്യൻ അത് നമ്മുടെ അക്കൗണ്ടിലേക്ക് മാറ്റാനുള്ളത് മുകളിൽ. ഇനി താഴെ കണ്ണുകൾ USDT ബേസ് ഉണ്ടോ, BSC ഉണ്ടോ. ഇത് USDTക്ക് മാറുമ്പോൾ എങ്ങനെയാണ്, അവിടെ വേണം അപ്പെക്സ് ചാർജ് ഉണ്ടോ. എന്ത് വിഡ്രോ ചെയ്യുകയാണെങ്കിലും വിഡ്രോ നടത്തുകയാണെങ്കിൽ എന്ത് വേണം, അപ്പെക്സ് 3 ടോക്കൺ വേണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി നമ്മൾ നേരത്തെ ഒരു വോയിസ് പറഞ്ഞിട്ട് നമ്മൾ പുറത്തുനിന്ന് ക്യാഷ് കൊടുത്ത് ആദ്യം വാങ്ങണം. അങ്ങനെ നമ്മൾ വാങ്ങി ഇവിടെ വെച്ചു, നമ്മൾ ID വെച്ചു കേട്ടോ. ഇനി എന്ത് ചെയ്യുക, ഇവിടെ കണ്ടങ്ങൾ ഇന്ത്യൻ, ഞാനിപ്പോൾ എൻ്റെ സൈറ്റിൽ കണ്ടിരുന്നു $160 അല്ലേ, അത് ഞാൻ മാറ്റുന്നത് കാണിച്ചു തരാം. വിഡ്രോ നോ, ഇവിടെ ക്ലിക്ക് ചെയ്തു, വിഡ്രോ നോ. എന്നിവിടെ ചോദിക്കുന്നുണ്ട് എൻ്റർ എമൗണ്ട് എത്ര രൂപയാണ് മാറ്റുന്നത്. അപ്പോൾ ഞാൻ 160 മാറ്റുകയെന്ന് ഇവിടെ അടിച്ചു കൊടുത്തു, 160. ഓക്കെ, ഇനി ഇവിടെ താഴെ കൺഫേം ചെയ്തു. ഓക്കെ, കൺഫേം ചെയ്തു. വേണ്ടോ ഇവിടെ എന്താ എഴുതി കാണിച്ചത്, ഞാനിപ്പം എൻ്റെ നിങ്ങൾ ഒന്നുകൂടി നോക്കട്ടോ, ഇവിടെ ഒന്നും നോക്കും, ശ്രദ്ധിക്കണേ. ഇവിടെ വിഡ്രോ നോ കൊടുത്തു, ശ്രദ്ധിക്കണേ. ഞാൻ 160 ശ്രദ്ധിക്കണം, ഇവിടെ നല്ലോണം ശ്രദ്ധിക്കണം. 160 കൊടുത്തു, ഞാൻ കൺഫേം കൊടുത്തു. അപ്പോൾ ഇവിടെ ഒരു മെസ്സേജ് വരും. എന്താ കാര്യം മെസ്സേജ് അറിയോ, 3 അപ്പെക്സ് പോരാ. എന്താ കാര്യം, ഞാൻ ക്യാഷിൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ട് 8 ദിവസം ആയിട്ടില്ല, അതുകൊണ്ട് 20% കട്ടാവും എന്നാണ് മെസ്സേജ് വന്നത്. ശ്രദ്ധിക്കുക, കണ്ടോ മുകളിൽ മെസ്സേജ് വന്നു, കണ്ടോ. അത് മനസ്സിലാക്കുക കേട്ടോ. അപ്പം നമുക്ക് എന്ത് വേണം, എന്ത് ചെയ്യുക, നമുക്കിനി വിഡ്രോ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. 20% കട്ടാവുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് വേണം, നമ്മൾ അപ്പെക്സ് ടോക്കൺ വേണം. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മളെ ബാങ്കിൻ്റെ ഇപ്പം അതിൻ്റെ ബാക്കിയുള്ള പ്രോസസ്സ് കാണിച്ചു തരാൻ കഴിയാത്ത എന്തുകൊണ്ടാണ്, ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടോ. ഇഫ് യു ഹാവ് നോട്ട് ഡോൺ എനി വിഡ്രോവൽ ഇൻ ലാസ്റ്റ് 7 days, നിങ്ങൾ വിഡ്രോ ചെയ്തിട്ട് 7 ദിവസം ആയിട്ടില്ല, അതുകൊണ്ട് 3 അപ്പെക്സ് ടോക്കൺ പോരാ. നിങ്ങൾ വിഡ്രോ ചെയ്യണമെങ്കിൽ എത്ര വേണമെന്നാണ് കാണിച്ചത്, 78 അപ്പെക്സ് ടോക്കൺ വേണമെന്ന് എഴുതി കാണിച്ചു കേട്ടോ. നിങ്ങൾ ഒന്നും ശ്രദ്ധിക്കുക, ഞാൻ കാണിച്ചു തരും വീണ്ടും. നിങ്ങൾ വിഡ്രോ ചെയ്യണമെങ്കിൽ 3 അപ്പെക്സ് ടോക്കൺ പോരാ, 78 അപ്പെക്സ് ടോക്കൺ വേണം കേട്ടോ. നിങ്ങൾ 78.46 അപ്പെക്സ് ടോക്കൺ വേണമെന്ന് എഴുതി കാണിച്ച്. ഞാനിപ്പോൾ വിഡ്രോ ചെയ്യണില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് പ്രോസസ്സിങ് ചെയ്യുന്നത്. ഓക്കെ.